ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ലേണിംഗിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിൽ നമ്മൾ നേരത്തെ പഠിച്ച ജിസ് ഗലി മേ രഹ്താ ഹൂ എന്ന പാഠഭാഗം തുടർന്ന് പഠിക്കുകയാണ്. ഈ പാഠഭാഗം എഴുതിയത് മിർസ ഗാലിബാണ്. അദ്ദേഹം ഉറുദുവിലെ വളരെ പ്രസിദ്ധനായ ഒരു കവിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ, പ്രത്യേകിച്ചും 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഡൽഹിയിൽ ഉണ്ടായ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് ഈ ഡയറി കുറിപ്പുകളിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും ഇതൊരു ചരിത്ര രേഖയാണ്. നമ്മുടെ ഈ ക്ലാസ്സുകൾ കാണുന്നതിൽ പകുതിയിൽ കുറച്ച് പേര് മാത്രമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അതായത് ഏകദേശം 40% പേര്. 60% പേരും കൂടെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചെയ്യുക. അതേപോലെ ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, നമുക്ക് പാഠഭാഗം തുടർന്ന് പഠിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മിർസ ഗാലിബിൻ്റെ ദസ്തംബു എന്ന ഡയറിയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് വായിച്ചത്. 1857 നടന്ന മഹത്തായ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം ഡൽഹി നിവാസികൾക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ദുഃഖങ്ങളും ഒക്കെയാണ് അദ്ദേഹം ഈ ഡയറിയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ് അവർക്ക് വെള്ളം കിട്ടാതായതും വെള്ളം ലഭിക്കാതെ അവർ ബുദ്ധിമുട്ടിയതും വെടിയുപ്പ് കലർന്ന വെള്ളം കുടിക്കേണ്ടി വന്നതും അതിനുശേഷം മഴ പെയ്തപ്പോൾ വെള്ളത്തിൻ്റെ വില എത്രത്തോളം വലുതാണെന്ന് അവർ മനസ്സിലാക്കിയതും നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ കേണൽ ബ്രൗൺ എന്ന് പറയുന്ന വളരെ നല്ല വ്യക്തിത്വമുള്ള ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് അവർ പോയതും അവരെ ബ്രിട്ടീഷ് സൈന്യം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാണ്. പക്ഷേ കേണൽ ബ്രൗൺ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനിൽ നിന്ന് അവർക്ക് വളരെ മാന്യമായിട്ടുള്ള പെരുമാറ്റം ലഭിച്ചതുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പഠിച്ച ഭാഗങ്ങൾ നിങ്ങൾ ശരിക്കും വായിച്ച് നോക്കണം. എല്ലാത്തിൻ്റെയും അർത്ഥങ്ങളും അതേപോലെ ആശയങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ ക്ലാസ്സിൽ ഈ പാഠഭാഗം തുടർന്ന് പഠിക്കാം. നോക്കിക്കോളൂ. ഹം ഗലി വാലോനെ തോ കിസി തരഹ് അപ്പനെ പ്രാൺ ബച്ചാ ലിയേ मगर मैं उन हजारों अभागे दिल्ली वालों के बारे में क्या कहूँ जो हवालात और कैद खाने में बंद कर दिए गए थे. അപ്പോൾ ഹം ഗലിവാലോനത്തെ കിസി തരഹ് അപ്പനെ പ്രാൺ ബച്ചാലി. ഞങ്ങൾ ഈ തെരുവിലുള്ള ആളുകൾ, മിർസ ഗാലിബും അദ്ദേഹത്തിൻ്റെ അയൽക്കാരും കുടുംബാംഗങ്ങളും കിസി തരഹ് എങ്ങനെയെങ്കിലും അപ്പനെ പ്രാൺ ബച്ചലിയെ അവർക്ക് അവരുടെ പ്രാണൻ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. അതെങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കേണൽ ബ്രൗൺ के पास हो गए. കേണൽ ബ്രൗൺ मिर्जा गालिब के बारे में जानते हैं, वे कवि है इसलिए उनको छोड़ दिया. उनके साथ अरेस्ट किए गए बाकी लोगों को भी छोड़ देते हैं. इस तरह वे अपने प्राण बच लिए. मगर मैं उन हजारों अभागे दिल्ली वालों के बारे में क्या कहूँ. പക്ഷേ ഞാൻ ആയിരക്കണക്കിന് നിർഭാഗ്യവാന്മാരായ അഭാഗ്യ അൺലക്കി ദില്ലി വാലോം കെ ബാരെ മേ ക്യാ കഹൂം ഡൽഹി നിവാസികളെ കുറിച്ച് എന്ത് പറയാനാണ്. ജോ ഹവാലാത്ത് ഓർ കൈദ് ഖാനെ മേ ബന്ദ് കർ ദിയേ ഗയേ ഥേ. അവരെ കോടതികളിലും ജയിലുകളിലും അടച്ചിരിക്കുകയാണ്. ഹവാലാത്ത് ഓർ കൈദ് ഖാനെ മേ ബന്ദ് കിയേ ഗയേ ഥേ. ആയിരക്കണക്കിന് ഡൽഹി നിവാസികൾ ബ്രിട്ടീഷ് സൈന്യത്താൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് 2 തടവറകളിലായിട്ട് പാർപ്പിച്ചിരിക്കുകയാണ്. ഏതൊക്കെയാണ് ആ തടവറകൾ? ഒന്ന് കസ്റ്റഡിയിലുള്ളവരെ പാർപ്പിക്കുന്ന ജയിലും, മറ്റത് ശിക്ഷിക്കുന്നവരെ അടയ്ക്കുന്ന ജയിലും. ഇങ്ങനെ കസ്റ്റഡിയിലും ജയിലുകളിലുമായിട്ട് ആയിരക്കണക്കിന് ഡൽഹി നിവാസികളുണ്ട്. ആ നിർഭാഗ്യവാന്മാരായ ഡൽഹി നിവാസികളെ കുറിച്ച് ഞാൻ എന്തു പറയാനാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം അവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇനിയും നിർഭാഗ്യവാന്മാരായ അനേകം ഡൽഹി നിവാസികൾ ബ്രിട്ടീഷുകാരുടെ കസ്റ്റഡിയിലാണ്. ജയിൽ ഷഹർ സെ ബാഹർ ധി. ജയില് പട്ടണത്തിന് പുറത്താണ്. और ഹവാലാത്ത് കസ്റ്റഡി അല്ലെങ്കിൽ കോടതി ദില്ലിക്ക് ഭീതർ, ദില്ലിക്കുള്ളിലാണ്. കസ്റ്റഡി ജയില് ഡൽഹിക്കുള്ളിലും അതേപോലെ ശിക്ഷിക്കപ്പെട്ടവരെ പാർപ്പിക്കുന്ന ജയില് ഡൽഹിക്ക് വെളിയിലുമായിരുന്നു.
इन दोनों ही जगहों में बेशुमार बेगुनाहों को ठूस ठूस कर भर दिया गया था. ഈ രണ്ട് സ്ഥലങ്ങളിലും ഇൻ ദോനോ ഹി ജഗഹോമേം, ഇൻ ദോനോ ഹി ജഗഹോമേ, ഈ രണ്ട് സ്ഥലങ്ങളിലും ഏതൊക്കെയാണ് രണ്ട് സ്ഥലങ്ങൾ? അതെ, ഹവാലാത്ത് और കൈദ് ഖാനെ. ഈ രണ്ട് സ്ഥലങ്ങളിലും ബേശുമാർ ബേഗുനാഹോങ്കോ, ഒരുപാട് ധാരാളം ആയിരക്കണക്കിന് ബേഗുനാഹോങ്കോ, നിരപരാധികളെ, ഗുനാഹ് കുറ്റം ചെയ്തയാളും, ബേഗുനാഹ് നിരപരാധി, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നിരപരാധികളെ ഠൂസ് ഠൂസ് കർ ഭർ ദിയാ ഗയാ ഥാ. ഠൂസ് ഠൂസ് കർ ഭർന കുത്തി നിറക്കിയ. ഈ രണ്ട് സ്ഥലങ്ങളിലും ധാരാളം ഡൽഹി നിവാസികളെ കുത്തി നിറച്ചിരിക്കുകയാണ്. അതായത് ജയിലുകളിലും ഹവാലാത്തുകളിലും സ്ഥലപരിമിതിയുണ്ട്. ഡൽഹി നിവാസികളെ എല്ലാം അടക്കേണ്ടി വന്നപ്പോൾ, എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോയി ജയിലിൽ അടച്ചപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങൾ നിറഞ്ഞുപോയി. ബാക്കിയുള്ളവരെ അവരെ തള്ളി കയറ്റിയിരിക്കുകയാണ്, കുത്തി നിറച്ചിരിക്കുകയാണ്. എങ്ങനെയാണ്? ഈസ് കദർ ഭർ ദിയാ ഗയാ ഥാ കി ലഗ്താ ഥാ ആദ്മി കെ ഭീതർ ആദ്മി സമായാ ജാ രഹാ ഹോ. ഈസ് കദർ, ഈ രീതിയിൽ, ഇക്കണക്കിന് ഭർ ദിയാ ഗയാ ഥാ, നിറച്ചിരിക്കുന്നു. ലഗ്താ ഥാ, അത് കാണുമ്പോൾ നമുക്ക് തോന്നും ആത്മീ കെ ഭീതർ ആത്മീ സമായാ ജാ രഹാ ഹോ, മനുഷ്യന് മേൽ മനുഷ്യനെ അടുക്കി വച്ചിരിക്കുന്നത് പോലെ തോന്നും. എത്തരത്തിലാണ് ആളുകളെ ഈ രണ്ട് ജയിലുകളിലും കുത്തി നിറച്ചിരിക്കുന്നത്? മനുഷ്യന് മേൽ മനുഷ്യനെ അടുക്കി വച്ചിരിക്കുന്നത് പോലെ ഈ രണ്ട് ജയിലുകളിലും ആളുകളെ കുത്തി നിറച്ചിരിക്കുകയാണ്. അപ്പോൾ ആ നിർഭാഗ്യവാന്മാരായിട്ടുള്ള ഡൽഹി നിവാസികളെ കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ ചിന്തിക്കുന്നത്. സാസ് ലേനെ മേ ഫി ദിക്കതോ രഹീതി, അവർക്ക് ശ്വാസം എടുക്കുന്നതിന് പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. കാരണം അത്രത്തോളം തിരക്കാണ് ജയിലുകൾക്കുള്ളിൽ, അവരെ കുത്തി നിറച്ചിരിക്കുകയാണ്. അവർക്ക് സാസ് ലേനെ മേ ഫി ദിക്കത്ത്, ബുദ്ധിമുട്ട്, ഹോ രഹീതി അനുഭവപ്പെട്ടു. ഇൻ ദോനോ ഹി കാർഖാനോ കെ ബന്ദിയോ കോ ബാദ് മേ ഫാസി ദേ ദി ഗയി. ഈ രണ്ട് സ്ഥലങ്ങളിലെ ദോനോ ഹി കാർഖാനോ കെ, കാർഖാന എന്ന് പറഞ്ഞാൽ ഫാക്ടറി എന്നുള്ള മീനിങ് ഉണ്ട്. ബട്ട് ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് രണ്ട് സ്ഥലങ്ങളിലെയും ഏതൊക്കെയാണ്? ഹവാലാത്ത് और കൈദ് ഖാനെ. ഈ രണ്ട് സ്ഥലങ്ങളിലെയും ബന്ദിയോങ്കോ, ആർക്കാണ്? കുറ്റക്കാർക്ക് അല്ലെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരെ പിന്നീട് ഫാസി ദേ ദി ഗൈ, തൂക്കിക്കൊല്ലുക. ഫാസി ദേന, തൂക്കിക്കൊല്ലുക. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലും ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരെ പിന്നീട് തൂക്കിക്കൊല്ലുന്നു. നഹി മാലൂം കിത്തനെ ലാഖ് ലോഗ് മാർ ഡാലേ ഗേ, എത്ര ലക്ഷം ആളുകൾ, കിത്തനെ ലാഖ് ലോഗ്, എത്ര ലക്ഷം ആളുകൾ മാർ ഡാലേഗയെ, കൊല്ലപ്പെട്ടു. നഹി മാലും, അറിയില്ല. അദ്ദേഹം പറയുന്നു കണക്കില്ല, എത്ര ലക്ഷം ആളുകളാണ് കൊല്ലപ്പെട്ടതെന്നതിന് കണക്കില്ല. അത്രത്തോളം ഡൽഹി നിവാസികളെയാണ് ഇവിടെ തൂക്കിക്കൊല്ലുന്നത്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായോ? ദില്ലി മേ അബ് കുച്ച് ഹി ഹസാർ ലോഗ് ബച്ചേ ഹോങ്കെ, ഡൽഹിയിൽ ഇനി കുറച്ചായിരം പേർ മാത്രമാണ് അവശേഷിക്കുന്നത്. കുച്ച് ഹി ഹസാർ ലോഗ്. ബാക്കി സബ് അംഗ്രേസോങ്കെ ഗുസേ കാ ശിക്കാർ ഹോ ഗയേ. ബാക്കി എല്ലാവരും, ബാക്കി സബ്, ബാക്കി എല്ലാ ആളുകളും ഇംഗ്ലീഷുകാരുടെ ദേഷ്യത്തിന്റെ ഇരകളായി തീർന്നു. ഗുസേ കാ ശിക്കാർ ഹോ ഗയേ. അപ്പോൾ ഡൽഹിയിൽ ഇനി കുറച്ചായിരം ആളുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരെയും ഇംഗ്ലീഷുകാർ പിടിച്ചുകൊണ്ട് പോയി തൂക്കിക്കൊല്ലുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ വധിക്കുകയോ ഒക്കെ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഡൽഹിയിൽ ഇനി കുറച്ചായിരം പേർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ബച്ചേ സിർഫ് വേ, ഈ അവശേഷിച്ചിരിക്കുന്നവർ ആരാണ്? ജോ ദില്ലി സേ ഭാഗ് ഗയേ, ആരാണോ ഡൽഹിയിൽ നിന്ന് ഓടിപ്പോയത് അവർ മാത്രമാണ് ഡൽഹിയിൽ അവശേഷിക്കുന്നത്. ആരാണോ ഡൽഹിയിൽ നിന്ന് ഓടിപ്പോയത് അവർ മാത്രം. ബച്ചേ സിർഫ് ജോ ദില്ലി സേ വേ ലോഗ് ഖുഷ് കിസ്മത് ഹെ, അവർ ഭാഗ്യശാലികളാണ്. വർണ്ണ ഉനേം ഫി ഫാസി ദേ ദി ജാതി, അവരെയും തൂക്കിക്കൊന്നേനെ. അവർ ഭാഗ്യശാലികളാണ്, അല്ലെങ്കിൽ അവരെയും തൂക്കിക്കൊന്നേനെ. ആരെയാണ്? ഡൽഹിയിൽ നിന്ന് ഓടിപ്പോയ ആളുകൾ ഭാഗ്യശാലികളാണ്, അല്ലെങ്കിൽ അവരും ഇംഗ്ലീഷുകാരുടെ ഗുസേക്ക ശിക്കാർ ബൻജാത്തെ, അവരെയും ഇംഗ്ലീഷുകാരെ ഫാസി ദേ ജാത്തെ, അവരെയും ഇംഗ്ലീഷുകാരെ തൂക്കിക്കൊന്നേനെ. ദില്ലി മേം രഹിനാഹി ഉൻ ദിനോ മാനോ അപരാധ് ഹോ ഗയാ ഥാ, ഡൽഹിയിൽ താമസിക്കുന്നത് തന്നെ, ദില്ലി മേ രഹിനാഹി, താമസിക്കുന്നത് തന്നെ ഉൻദിനോ, ആ സമയത്ത് അപരാധ് ഹോ ഗയ, കുറ്റമായി മാറി, അപരാധമായി മാറി. അതായത് ഡൽഹിയിൽ ആരെ കണ്ടാലും, ഒരു കുറ്റവും ചെയ്യേണ്ട, ആരെ കണ്ടാലും ഇംഗ്ലീഷുകാരെന്ത് ചെയ്യും? പിടിച്ചുകൊണ്ട് പോവും, ജയിലിലടയ്ക്കും, വിചാരണ ചെയ്യും, പിന്നീട് അവരെ തൂക്കിക്കൊല്ലും. ഓക്കെ, അപ്പോൾ ഡൽഹി നിവാസികൾ ഈ 1857 വിപ്ലവത്തിന് ശേഷം
അനുഭവിക്കേണ്ടി വന്ന യാതനകളാണ് അദ്ദേഹം വിവരിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നമ്മുടെ ഈ സ്വാതന്ത്ര്യം എത്രത്തോളം ആളുകളുടെ യാതനകളും കഷ്ടപ്പാടുകളിലൂടെയാണ് നേടിയെടുത്തതെന്ന് നമ്മൾ ഇതിൽ നിന്ന്, ഈ ഡയറി കുറിപ്പുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഓക്കെ, നോക്കൂ, അടുത്ത ഭാഗത്ത് അദ്ദേഹം പറയുന്നത്, മേരി പെഹച്ചാൻ കാ ഫിഷ്തി ഥാ ചിരാഗ് അലി ബേഹദ് സീധാ ആദ്മി. അപ്പോൾ അടുത്തത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പരിചയക്കാരനായ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. പെഹച്ചാൻ കാ ഏക്ക് ഫിഷ്തി ഥാ. ഫിഷ്തി എന്ന് പറഞ്ഞാൽ വെള്ളം ചുമക്കുന്ന ആളാണ്, വെള്ളം വിൽക്കുന്ന ആളാണ് ഫിഷ്തി എന്ന് പറയുന്നത്. മിർസ ഗാലിബ് കെ പെഹച്ചാൻ കാ ഏക്ക് ഫിഷ്തി ഥാ. മിർസ ഗാലിബിന് പരിചയമുള്ള ഒരു വെള്ളം എടുക്കുന്ന ആളുണ്ട്, വെള്ളം ചുമക്കുന്ന ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ചിരാഗ് അലി എന്നാണ്. എന്താണ്? ചിരാഗ് അലി. ബേഹദ് സീധാ ആദ്മി, വളരെ സാധുവായ ഒരു മനുഷ്യൻ, വളരെ നല്ലൊരു മനുഷ്യൻ. സീധാ ആദ്മി, വളരെ നല്ല പെരുമാറ്റമുള്ള സാധുവായ ഒരു മനുഷ്യനാണ് ഈ ഫിഷ്തി. ഉൻകനാക്കിയായ ചിരാഗ് അലി. रोज सुबह शाम नहर का पानी अपने मशक में भरता और अल्लाह के गुण गाता हुआ सड़कों को सींचा करता. എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? റോസ് സുബഹ് ഷാം, എന്നും രാവിലെയും വൈകുന്നേരവും, നഹർ കാ പാനി, തോട്ടിലെ വെള്ളം, റോസ് സുബഹ് ഷാം നഹർ കാ പാനി, തോട്ടിലെ വെള്ളം, അപ്പനി മശക്ക് മേ ഭർത്തി. മശക്ക് എന്ന് വെച്ചാൽ എന്താണ്? അതെ, വെള്ളം നിറയ്ക്കാനുള്ള തുകൽ സഞ്ചിയാണ് മശക്ക് എന്ന് പറയുന്നത്. അപ്പം മശക്കുമേ ഭർത്ത നഹർ കാ പാനി, രാവിലെയും വൈകുന്നേരവും തോട്ടിലെ വെള്ളം അദ്ദേഹത്തിൻ്റെ തുകൽ സഞ്ചിയിൽ, വെള്ളം നിറയ്ക്കാനുള്ള തുകൽ സഞ്ചിയിൽ നിറയ്ക്കും. അവർ അല്ലാഹുക്കേ ഗുണഗാത്ത ഹുവ സടക്കോങ്കോ സീഞ്ചാക്കർത്ത. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഈശ്വര വിശ്വാസിയായ അദ്ദേഹം സടക്കോങ്കോ സീഞ്ചാക്കർത്ത, റോഡ് നനയ്ക്കും. ഇതാണ് ആരുടെ ജോലി? ചിരാഗ് അലിയുടെ ജോലി. खाने के लिए जो भी रूखी सूखी मिल जाती उसी को गले के नीचे उधार अपने में मग्न रहता. മനസ്സിലായോ? ഖാനെ കെ ലിയെ ജോ റൂഖി സൂഖി, ഉണങ്ങി വരേണ്ടത്, മിൽ ജാത്തി, ലഭിക്കുമ്പോൾ, ഉസീക്കോ ഗലേക്കെ നീച്ചെ ഉദാർ, ആരോടും ഒരു പരിഭവമില്ലാതെ ആ ഉണങ്ങിയ റൊട്ടി തന്നെ തൻ്റെ തൊണ്ടയ്ക്ക് താഴേക്ക് ഇറക്കി, അതായത് അത് കഴിച്ച് അപ്പനേമേ മഗ്നരഹത്ത, സ്വന്തം കാര്യം നോക്കി കഴിയുന്ന ഒരു ഫിഷ്തിയാണ് ആര്? ചിരാഗ് അലി. ആരോടും ഒരു പരിഭവമില്ലാതെ സ്വന്തം കാര്യം നോക്കി കഴിയുന്ന ഒരു ഫിഷ്തി, വെള്ളം നനയ്ക്കുന്ന ആളാണ് ചിരാഗ് അലി. ഏക് रोज दिल्ली के बड़े हाकिम हडसन साहब जब सड़क से अपने घोड़े पर सवार होकर निकल रहे थे चिराग अली सड़क सींच रहा था. एक रोज, ഒരു പ്രാവശ്യം, ദില്ലിക്ക് ബഡേ ഹാക്കിം, ഡൽഹിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ, വലിയ ഓഫീസറായ, ബഡേ ഹാക്കിം, വലിയ ഉദ്യോഗസ്ഥനായ, വലിയ സൈനിക ഉദ്യോഗസ്ഥനാണ് ഹഡ്സൻ. ആ ഹഡ്സൻ സാഹബ് സടക്ക് സെ അപ്പനെ ഘോഡേ പർ സവാർ ഹോക്കർ നികൽ രഹേ തെ, റോഡിലൂടെ തൻ്റെ കുതിരപ്പുറത്ത് സവാരി ചെയ്ത് പോകുകയായിരുന്നു. ചിരാഗ് അലി സടക്ക് സീഞ്ച് രഹാത്ത്, ആ സമയത്ത് ചിരാഗ് അലി എന്ത് ചെയ്യുകയാണ്? റോഡ് നനയ്ക്കുകയാണ്. അതിലേക്കൂടെ ആര് കടന്നുപോയി? ഹഡ്സൻ സാഹബ് കുതിരപ്പുറത്ത് കടന്നുപോയി. ഉസ്നെ ഹഡ്സൻ സാഹബ് കോ സലാം നഹീ കിയ, അദ്ദേഹം ഹഡ്സൻ സാഹബിനെ സലാം ചെയ്തില്ല, ഹഡ്സൻ സാറിനെ അഭിവാദനം ചെയ്തില്ല. അതിന് പകരം എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഈശ്വർക്കെ ഗുണ ഗാത്താരഹ, ഈശ്വരന്റെ സ്തുതി പാടിക്കൊണ്ടിരുന്നു. ഹഡ്സൻ സാഹബിനെ വന്ദിക്കാതെ അദ്ദേഹം ഈശ്വരന്റെ ഗുണം പാടിക്കൊണ്ടിരുന്നു, ഈശ്വരനെ സ്തുതിച്ച് പാടിക്കൊണ്ടിരുന്നു. ഹഡ്സൻ സാഹബ് കോ ജോ ഗുസ്സ ആയ ഉനോനെ അപ്പനി തൽവാർ സെ അഭാഗെ ചിരാഗ് അലി കാ പേട്ട് ചീർ ഡാല और उसकी लाश दिल्ली दरवाजे पर ढांग दी. മനസ്സിലായോ? ഹഡ്സൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? ഗുസ്സ ആയ, ഹഡ്സന് ദേഷ്യം വന്നു. എന്തുകൊണ്ടാണ്? ചിരാഗ് അലി ഉൻകോ സലാം നഹീ കിയ, ഹഡ്സൻ കോ ഗുസ്സ ആയ ഉനോനെ അപ്പനി തൽവാർ സെ, അദ്ദേഹം തൻ്റെ വാളിനാൽ അഭാഗേ ചിരാഗ് അലി കാ, നിർഭാഗ്യവാനായ ചിരാഗ് അലിയുടെ പേട്ട് ചീർഡാല, വയറ് കീറി, വയറിൽ വെട്ടി, ഉസ്കി ലാഷ്, എന്നിട്ട് അയാളുടെ ഡെഡ് ബോഡി, ലാഷ്, ശവം, ദില്ലി ദർവാസെ പർ ഢാങ്ക് ദി, ഡൽഹി ഗേറ്റിൽ തൂക്കിയിട്ടു. അപ്പോൾ ഹഡ്സൻ അത്രത്തോളം ക്രൂരമായിട്ടാണ് പെരുമാറിയത്. അഭാഗ്യേ ചിരാഗ് അലി, നിർഭാഗ്യവാനായ ചിരാഗ് അലി, അയാൾ എന്ത് ചെയ്തിട്ടാണ്? അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? ഹഡ്സനെ വന്ദിച്ചില്ല.
അതിന് अयालडे हडसन भागे चिराग अली का पेट चीर डाला और उनकी लाश को दिल्ली दरवाजे पर ढांग दी. ഡൽഹി ഗേറ്റിൽ തൂക്കിയിട്ടു അദ്ദേഹത്തിന്റെ ശവം. ഇനി ഹഡ്സൺ സാഹബ് ने बादशाह बहादुर शाह सफर के दोनों बेटे शहजादा फसल और मिर्जा अबू बकर का भी खून कर उनके सिर दिल्ली दरवाजे पर लटका दिए थे. ഇതേ ഹഡ്സനാണ് ബാദഷാ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിന്റെ ദോനോം ബേട്ടോങ്കോ 2 പുത്രന്മാരെ ഷഹസാദ ഫസലിനെയും മിർസ അബൂബക്കറിനെയും ഖൂൻകർ വധിച്ചിട്ട് ഉൻകെ സിർ അവരുടെ തല ഡൽഹി ഗേറ്റിൽ ലട്കാദിയെ തൂക്കിയിട്ടു. അപ്പോൾ ഹഡ്സൺ വളരെ ക്രൂരനായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനാണ്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം നിർഭാഗ്യവാനായ ചിരാഗ് അലി അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? ഹഡ്സൺ സാഹബിന് സലാം നഹീം കിയ, അതിന് അദ്ദേഹത്തിനെ കൊന്ന് ഡൽഹി ഗേറ്റിൽ തൂക്കിയിട്ടു. അതുപോലെ തന്നെ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിന്റെ 2 പുത്രന്മാരായ ഷഹസാദ ഫസലിനെയും മിർസ അബൂബക്കറിനെയും വധിക്കുകയും അവരുടെ തല ഡൽഹി ഗേറ്റിൽ തൂക്കിയിടുകയും ചെയ്തതും ഇതേ ഹഡ്സനാണ്. ഹഡ്സൻ കോ ഹിന്ദുസ്ഥാനിയോ കാ ഖൂൻ കർനെ മേം ബഡാ മസാ ആതാ ഥാ. ഹഡ്സന് ഇന്ത്യക്കാരെ കൊല്ലുന്നതിൽ വലിയ മസ ആത്താഥ, ആഹ്ലാദം തോന്നിയിരുന്നു, സന്തോഷം തോന്നിയിരുന്നു. ഇന്ത്യക്കാരെ ഒരു കാരണവുമില്ലാതെ വധിക്കുന്ന ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനായിരുന്നു, സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ഹഡ്സൺ. ശരി, നമുക്ക് ഈ ഭാഗത്തു നിന്നൊരു ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സമാചാർ തയ്യാർ കർന, അത്തരം ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്കും ചോദിക്കും. അങ്ങനെയുള്ള വർക്കുകളെല്ലാം പിന്നീട് ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യും. ഓക്കെ. അടുത്തതായിട്ട് അദ്ദേഹം മറ്റൊരു വ്യക്തിയെക്കുറിച്ചാണ് ഓർക്കുന്നത്. മേരെ പടോസ് മേം ഏക് ഗരീബ് ഔരത്ത് മെഹറൂനിസ രഹത്തി ഹെ. എൻ്റെ അയൽപക്കത്ത് ഒരു ഗരീബ് ഔരത്ത്, ദരിദ്രയായ ഒരു സ്ത്രീ താമസിക്കുന്നു. അവരുടെ പേരെന്താണ്? മെഹറൂനിസ. എൻ്റെ അയൽപക്കത്ത് മെഹറൂനിസ എന്ന പേരുള്ള ദരിദ്രയായ ഒരു സ്ത്രീ താമസിക്കുന്നു. ഉസ്കെ പതിക്ക് മൗത് കോ 7 സാൽ ഹുയേം. അവരുടെ ഭർത്താവ് മരിച്ചിട്ട് എത്ര വർഷമായി? 7 സാൽ ഹുയേഹം, 7 വർഷമായി. മെഹറൂനിസയുടെ ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായി. അകേലി ഔരത്ത്, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ. दूसरों के घर में झाड़ू लगाकर किसी तरह से अपनी गुसर बसर करती थी. दूसरों के घर में झाड़ू लगाकर, മറ്റുള്ളവരുടെ വീട്ടിൽ തൂത്തുവാരിയും വൃത്തിയാക്കിയും കിസി തരഹസെ, എങ്ങനെയെങ്കിലും തന്നെ ഗുസർ ബസർ കർത്തിയെ, ജീവിത വൃത്തി കണ്ടെത്തുന്നു, ജീവിക്കാനുള്ള പണം കണ്ടെത്തുന്നു. लेकिन जब घर ही नहीं रहे, बस्ती की बस्तियां जला दी गई, तो മെഹറൂനിസ काम न मिलने से भूखी मरने लगी. പക്ഷെ ഇപ്പൊ എന്താണ് ഡൽഹിയിലെ അവസ്ഥ? ഘർ ഹി നഹി, വീടുകൾ തന്നെ ഇല്ല. ബസ്തി കി ബസ്തിയാം, ഓരോ സ്ട്രീറ്റുകളും ജലാദീ ഗൈ, കത്തിച്ചു കളഞ്ഞു. അപ്പൊ മെഹറൂനിസ ജോലി കിട്ടാതെ വിശന്നു മരിക്കാൻ തുടങ്ങി, ഭക്ഷണം കഴിക്കാതെ മരിക്കാൻ തുടങ്ങി. ആജ് ഉസ്കെ യഹാം മേനെ 10 റൊട്ടിയാം പഹുഞ്ചായി. ഇന്ന് അവരുടെ വീട്ടിൽ ഞാൻ 10 റൊട്ടികൾ എത്തിച്ചു. ആരുടെ വീട്ടിലാണ്? മെഹറൂനിസയുടെ വീട്ടില് 10 റൊട്ടികൾ എത്തിച്ചു. ആരാണ്? മിർസ ഗാലിബ്. ദൂസരി ജോ 10 റൊട്ടിയാം ബജി, അവശേഷിക്കുന്ന 10 റൊട്ടികൾ ഉസ്സെ മേരെ ദോനോം ബേട്ടോം ഔർ നൗക്കരോം കാ കാം ചലാ. അവശേഷിക്കുന്ന 10 റൊട്ടികൾ കൊണ്ട് എൻ്റെ 2 മക്കളുടെയും അതേപോലെ തന്നെ ജോലിക്കാരുടെയും, നൗക്കരോങ്ക കാം ചല, കാര്യം നടന്നു. അവശേഷിക്കുന്ന 10 റൊട്ടികൾ കൊണ്ട് എൻ്റെ മക്കളുടെയും എൻ്റെ ജോലിക്കാരുടെയും കാര്യം നടന്നു. മേരെ ഹിസേമേൻ 1.5 റൊട്ടിയായി. എനിക്ക് എത്ര റൊട്ടി കിട്ടി? 1.5 റൊട്ടി കിട്ടി. 1.5 റൊട്ടിയായി. ഫിർഫി തസല്ലീധി, എങ്കിലും എനിക്ക് ആശ്വാസമായിരുന്നു. 1.5 റൊട്ടിയെ കിട്ടിയുള്ളൂ എന്നുള്ള നിരാശയല്ല, എങ്കിലും എനിക്ക് ആശ്വാസമായിരുന്നു. മേരി റൊട്ടിയോ സെ മെഹറൂനിസ ഔർ ഉസ്കി 2 ബേട്ടിയോം കി ഭൂക്ക് തോ ബുझी. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ തസല്ലി, ആശ്വാസം? മേരെ ഹിസേമേൻ 1.5 റൊട്ടിയായി. ഫിർഫി തസല്ലി ഥി, എന്തായിരുന്നു ആശ്വാസം? മേരി റൊട്ടിയോസെ, എൻ്റെ റൊട്ടികൾ കൊണ്ട് മെഹറൂനിസയുടെയും അവരുടെ 2 പെൺമക്കളുടെയും ഭൂക്ക് തോ ബുझी, വിശപ്പില്ലാതായല്ലോ എന്ന ആശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. മേരാക്യ, എനിക്കെന്താ? മേരി തോ ഫൂക്ക രഹിനെ കി ആദത് ഹി ഹോ ഗയി ഹെ. അദ്ദേഹം പറയുകയാണ്,
എനിക്ക് വിശന്നിരിക്കുന്നത് ഒരു സ്വഭാവമായി, വിശന്നിരിക്കുന്നത് എനിക്ക് ഒരു ശീലമായി മാറി. ഭൂക്കാ രഹ്നെ കി ആദത് ഹോ ഗയി. കിസ്കോ? അതെ, മിർസ ഗാലിബ് കോ ഭൂക്കാ രഹ്നെ കി ആദത് ഹോ ഗയി. അദ്ദേഹം ദുർഘടമായ ജീവിത സാഹചര്യങ്ങളിലൂടെ വളർന്നു വന്നയാളാണ്. വിശന്നിരിക്കുന്നത് അദ്ദേഹത്തിന് നേരത്തെ തന്നെ ശീലമാണ്. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ അതിക്രമം കൊണ്ട് അദ്ദേഹം വിശന്നിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു. അത് അദ്ദേഹത്തിനൊരു ശീലമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 1.5 റൊട്ടി കിട്ടിയുള്ളൂ എന്നുള്ളൊരു വിഷമമല്ല അദ്ദേഹത്തിനുള്ളത്. താൻ കൊടുത്ത റൊട്ടികൾ കൊണ്ട് മെഹറൂനിസയുടെയും അവരുടെ 2 പെൺമക്കളുടെയും വിശപ്പില്ലാതായോ ആയല്ലോ എന്ന തസല്ലി, ആശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത്.